ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോയിൽ വന്നത്. അതായത് മുൻ വർഷങ്ങളിൽ 100 പണിയെടുത്തവർക്ക്, അതായത് കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നത്തെ വർഷമോ ഒക്കെ 100 പണിയെടുത്തവർ ഇവർക്ക് ഉന്നതി പദ്ധതിയുടെ ഭാഗമായിട്ടൊരു ട്രെയിനിങ് അല്ല, ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. പല കോഴ്സുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ഉണ്ട്, കൂൺ കൃഷി ഉണ്ട്, അച്ചാർ, പപ്പടം, മസാല, പാക്കിംഗ് നിർമ്മാണം ഉണ്ട്, പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉണ്ട്, ബ്യൂട്ടി പാർലർ മാനേജ്മെൻറ്റ് ഉണ്ട്, കളർ പരിശീലനം, ഇലക്ട്രിക്കൽ വയറിങ്, ഡയറി ഫാമിങ്, കമ്പോസ്റ്റ് മേക്കിംഗ്, പേപ്പർ കവർ ഫയൽ നിർമ്മാണം, ഇൻസ്റ്റലേഷൻ സർവീസിംഗ് ഓഫ് CCTV ക്യാമറ, സെക്യൂരിറ്റി അലാം, ഫുഡ് വേസ്റ്റിംഗ്, മത്സ്യകൃഷി, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, കോഴി വളർത്തൽ, ചിത്രകല, പിന്നെ അങ്ങനത്തെ പല കോഴ്സുകളും, അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് 10 ദിവസം മുതൽ 3 ദിവസം വരെയുള്ള കോഴ്സുകളുടെ ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ കോഴ്സ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ട്രെയിനിങ് പീരീഡിൽ ആ ക്ലാസ്സിന് പോയി പങ്കെടുത്താൽ നിങ്ങൾക്ക് അന്നത്തെ വേതനം ലഭിക്കുന്നതാണ്. മിനിമം വേതനം അതിനും കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അതായത് മുൻ വർഷങ്ങളിൽ 100 പണിയെടുത്തോലെ ലിസ്റ്റ് വെച്ചിട്ടാണ് ആൾക്കാരെ ക്ഷണിക്കുന്നത്. അത് അവരുടെ കുടുംബത്തിൽ, അതായത് കഴിഞ്ഞ മുൻ വർഷം 100 പണിയാക്കിയ കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അവർ തൊഴിൽ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിയായിരിക്കണമെന്ന് മാത്രം. അവർക്കൊക്കെ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാൻ ജസ്റ്റ് നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് താല്പര്യമുള്ളത് എന്ന് വെച്ചാൽ അത് അറിയിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഇതിനുള്ള ട്രെയിനിങ്ങും മറ്റും നടക്കും. അത് പല സമയങ്ങളിലായിരിക്കും എന്ന് മാത്രം. 30 പേരടങ്ങുന്ന ഒരു 30 പേർക്കായിരിക്കും ഒരു ട്രെയിനിങ് നൽകുക, ഒരു ക്ലാസ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഇതിലിപ്പം പല കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മിനിമം 30 പേരെങ്കിലും ഉണ്ടെങ്കിലാണെങ്കിൽ ഒരു കോഴ്സ് കൊടുക്കുക. അത് ഇനിയിപ്പോൾ വേറെ 30ൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ വേറെ ഷെഡ്യൂളായിട്ട് അവർക്കും ഈ കോഴ്സിന് പങ്കെടുക്കാവുന്നതാണ്. എല്ലാവർക്കും തന്നെ ഇത് നൽകുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കോഴ്സുകളൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ തന്നെ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, അതായത് തൊഴിൽ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ മക്കളോ മരുമക്കളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അവർ തൊഴിൽ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിയായിരിക്കണം. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആരെങ്കിലും, അതായത് മുൻ വർഷങ്ങളിൽ 100 പണിയെടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് ഓഫീസിൽ ഒന്ന് അന്വേഷിച്ചാൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ, അല്ലെ ട്രെയിനിങ്ങിൻ്റെ തീയതി എന്നാണ്, അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് പഞ്ചായത്തിലാണുള്ളതെന്ന് വെച്ചാൽ ആ പഞ്ചായത്തിൽ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കോഴ്സുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് നൽകുന്നത്. വേറെ എന്തെങ്കിലും അവിടുത്തെ സവിശേഷത കണക്കിലെടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക കോഴ്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചിട്ട് ഈ കോഴ്സുകൾ, ഇത് ഏകദേശം എല്ലാ ജില്ലകളിലും ഇങ്ങനത്തെ കോഴ്സുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഇത് തൊഴിലുറപ്പിൽ ഉന്നതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതിൽ നിങ്ങൾ താമസ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷേ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് തരുന്നതാണ്. നിങ്ങൾ അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇതിൽ പല കോഴ്സുകളും 30 ദിവസം മുതൽ 10 ദിവസം മുതൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പഠിച്ചിട്ട് ഇത് ജോലി ചെയ്യാവുന്നതാണ്. ഇതിൽ അവർ പ്ലേസ്മെൻ്റൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് എത്രത്തോളം നടക്കുമെന്നറിയില്ല, എന്നാലും ജോലി സാധ്യത ഒക്കെ ഉണ്ട്. ഇതിൽ കോഴ്സ് കഴിഞ്ഞവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റും അവർ പ്ലേസ്മെൻറ്റിന് ബാക്കിയുള്ള പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ജോലിയിലേക്ക് എടുക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശദ വിവരങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ 100 തൊഴിൽ ദിനം എടുത്തവരുടെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊക്കെ മുന്നത്തെ വീഡിയോയിൽ പല
പലതിലും പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ 100 പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മെച്ചപ്പെട്ട പല കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികൾക്കും തൊഴിലുറപ്പ് ഒരു മാനദണ്ഡമാക്കി എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പൈസ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ വലിയൊരു തുക ചിലവഴിക്കേണ്ടി വരും നിങ്ങൾ തന്നെ. അപ്പോൾ ഇതിന് നിങ്ങൾ ഒരു പൈസയും കൊടുക്കേണ്ട. നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് നോക്കിയിട്ട് ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ തൊഴിൽ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തികൾ ആരും ഇല്ലെങ്കിൽ ആ തൊഴിൽ കാർഡിലേക്കൊക്കെ ഉൾപ്പെടുത്തി വേണമെങ്കിൽ ചെയ്യാം. അവർക്ക് കോഴ്സിന് തൊഴിൽ കാർഡിലേക്ക് ആഡ് ചെയ്തിട്ട് അവർക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിൽ അന്വേഷിച്ചിട്ട് ഇങ്ങനത്തെ പദ്ധതി ഉണ്ടോ ആ പഞ്ചായത്തിൽ നിലവിൽ നൽകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.